ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പാലിയേക്കര ടോൾ പിരിവ് നിരോധനം നീട്ടി ഹൈക്കോടതി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന പലയിടത്തും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ടോൾ നിരോധനം കോടതി നീട്ടിയത്. കേസ് വീണ്ടും ഈ മാസം 30-ന് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി എന്ത് നടപടികൾ സ്വീകരിച്ചെന്ന് അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6 മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർച്ചയെക്കുറിച്ച് കോടതി ആരാഞ്ഞു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർച്ച ചൂണ്ടിക്കാട്ടിയാണ് കോടതി കേസ് മാറ്റിവച്ചിരുന്നത്. ഈ ഭാഗങ്ങളിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് NHAI വ്യക്തമാക്കി. എന്നാൽ മുരിങ്ങൂരിൽ സംഭവിച്ചത് ഏതു ഭാഗത്തും സംഭവിക്കാമെന്ന് കളക്ടർ ചൂണ്ടിക്കാട്ടി. ഇത് ഗൗരവമുള്ള പ്രശ്നമാണെന്നും കളക്ടർ പറഞ്ഞു. ഇന്നലെ ആമ്പല്ലൂരിലും മുരിങ്ങൂരും ഗതാഗതക്കുരുക്ക് ഉണ്ടായെന്ന് കളക്ടർ ചൂണ്ടിക്കാട്ടിയതോടെ എത്ര സമയം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് കോടതി ആരാഞ്ഞു. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഗതാഗത തടസ്സം ഉണ്ടായെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങൾ റോഡുകളിൽ പതിവാണെന്നും അവ ഗതാഗത യോഗ്യമാണോ എന്നാണ് പരിശോധിക്കേണ്ടതെന്നും ദേശീയപാത അതോറിറ്റി പറഞ്ഞു. ഇത്ര വലിയ നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ ചെറിയ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് ദേശീയപാത അതോറിറ്റി മറുപടി നൽകി. എന്നാൽ അവ പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉപേക്ഷയുണ്ടെന്ന കാര്യവും കോടതി ആരാഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് കളക്ടർ പറഞ്ഞതും കോടതി ചൂണ്ടിക്കാട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ കുഴികളുണ്ടെന്നും ഇവിടങ്ങളിൽ സുരക്ഷയ്ക്കായി ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് കളക്ടർ കോടതിയെ അറിയിച്ചത്. ഇക്കാര്യവും ഇന്നലെയും ഗതാഗതക്കുരുക്ക് ഉണ്ടായതും ചൂണ്ടിക്കാട്ടി കേസ് പരിഗണിക്കുന്നത് 30-ലേക്ക് മാറ്റാൻ തുടർന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചെന്ന് NHAI അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ടോൾ നിരോധനം നടപ്പാക്കിയതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ അടക്കമുള്ളവർ നിരന്തരം ഹൈക്കോടതിയിൽ ഹാജരാകുന്നുണ്ടെങ്കിലും ടോൾ നിരോധനം മാറ്റാൻ കോടതി തയ്യാറായിട്ടില്ല. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുകൾ പരിഹരിച്ചുവെന്നും സർവീസ് റോഡുകൾ നന്നാക്കിയെന്നും ദേശീയപാത അതോറിറ്റി നിരന്തരം അറിയിക്കുന്നുണ്ട്. തങ്ങൾക്കൊട്ടേറെ ജീവനക്കാർക്ക് ശമ്പളമടക്കം കൊടുക്കേണ്ടതുണ്ടെന്ന് കരാറുകാരും പറഞ്ഞിരുന്നു. എന്നാൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയുടെ റിപ്പോർട്ടാണ് തങ്ങൾ ആശ്രയിക്കുക എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.